ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്കൈ റോജോ എന്ന സ്പാനിഷ് ത്രില്ലർ വെബ് സീരീസിൻ്റെ 4ാമത്തെ എപ്പിസോഡ് വീഡിയോ ആണ്. ഇതിൻ്റെ മുമ്പത്തെ വീഡിയോസ് കാണാത്തവർക്ക് വേണ്ടി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്ലേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കരോളിനെ പിക്ക് ചെയ്ത് കൊണ്ടുവരുന്ന മോസസിനെയാണ് കാണിക്കുന്നത്. ആ സമയം ക്രിസ്റ്റ്യൻ അവനോട് അവരുടെ അമ്മയ്ക്ക് തീരെ സുഖമില്ലെന്നും അതുകൊണ്ട് അവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് എന്ന കാര്യമെല്ലാം പറയുന്നു. ഇത് കേട്ട് ക്രിസ്റ്റ്യനും മോസസും കൂടി കരോളിനെയും കൂട്ടി നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നു. ഹോസ്പിറ്റലിൽ എത്തിയ ശേഷം അവർ കരോളിനെ അമ്മയുടെ അടുത്തിരുത്തിക്കൊണ്ട് നേരെ ഡോക്ടറെ മീറ്റ് ചെയ്യാൻ വേണ്ടി ചെല്ലുന്നു. കരോൾ അമ്മയുടെ അടുത്ത് അവൾ മോസസിൻ്റെ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവരുമൊത്ത് ഒരു സൗഹൃദമെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നു. ഇതേ സമയം ഡോക്ടറെ മീറ്റ് ചെയ്യാൻ ചെന്നിരിക്കുന്ന മോസസിനെയാണ് കാണിക്കുന്നത്. മോസസ് ഡോക്ടറോട് അമ്മയുടെ അസുഖത്തിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കുന്നു. ഇതേ സമയം കരോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു സിറിഞ്ചെല്ലാം യൂസ് ചെയ്ത് തനിക്ക് വേണ്ട ഡ്രഗ്സ് എല്ലാം ഇൻജെക്ട് ചെയ്ത് കയറ്റുന്നു. അവിടെ കട്ട് ചെയ്ത് പ്രസന്റിൽ സ്വിമ്മിംഗ് പൂളിൽ കിടക്കുന്ന കരോളിനെയാണ് കാണിക്കുന്നത്. ആ സമയം മോസസും ക്രിസ്റ്റ്യനും കൂടി അവിടെ നടന്നു വരുന്നത് കണ്ട് അവൾ നേരെ സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടുന്നു. അവൾ ചാടിയ ഉടൻ തന്നെ ബാക്കി രണ്ടുപേരും അവരുടെ കയ്യിൽ പെട്ടുപോകാതെ ഇരിക്കാൻ വേണ്ടി നേരെ സ്വിമ്മിംഗ് പൂളിലേക്ക് എടുത്ത് ചാടുന്നു. മോസസും ക്രിസ്റ്റ്യനും കൂടി അവർ എന്ത് ധൈര്യത്തിലാണ് റൊമാരിയോന്റെ തലയെല്ലാം തല്ലി പൊളിച്ചുകൊണ്ട് ഇവിടേക്ക് വന്നിരിക്കുന്നത് എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. ഇത് കേട്ട അവർക്ക് ആ ക്ലബ്ബ് മതിയായെന്നും ഇനി അവിടേക്ക് വരുന്നില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവരോട് അവിടെ നിന്നും പോകാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. എന്നാൽ അവരുടെ ഈ സംസാരം ക്രിസ്റ്റ്യന് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ക്രിസ്റ്റ്യൻ അവരോട് അവരെ 3 പേരെയും അവിടെ വെച്ച് തന്നെ ഷൂട്ട് ചെയ്ത് കൊല്ലും എന്നുമെല്ലാം പറഞ്ഞു ഭീഷണിപ്പെടുത്തുന്നു. എന്നാൽ ആ സമയം വിൻഡി നീ ഒരു പേടിത്തോണ്ടനാണെന്നും നിനക്ക് ഭീഷണിപ്പെടുത്താൻ മാത്രം അറിയുള്ളൂ എന്നെല്ലാം പറഞ്ഞ് ക്രിസ്റ്റ്യനെ കളിയാക്കുന്നു. ഇതേ സമയം ഇവരുടെ സംസാരമെല്ലാം കണ്ട് ആ റിസോർട്ടിന്റെ ഓണറും ജിനയുടെ ഫ്രണ്ടുമായ വ്യക്തി അവിടേക്ക് വന്ന് മോസസിനോടും ക്രിസ്റ്റ്യനോടും അവിടെ നിന്നും ഇറങ്ങിപ്പോകാൻ വേണ്ടിയെല്ലാം ആവശ്യപ്പെടുന്നു. എന്നാൽ ഇത് കേട്ട് ദേഷ്യം വന്ന മോസസ് അയാളോട് കയർത്ത് വരുന്നുണ്ടെങ്കിലും അയാളുടെ ബോഡി ഗാർഡ് മോസസിനെയും ക്രിസ്റ്റ്യനെയും അവിടെ നിന്നും പിടിച്ച് പുറത്താക്കുന്നു. അവിടെ കട്ട് അവരെ എങ്ങനെയെങ്കിലും പിടിക്കണം എന്ന കാര്യമെല്ലാം മോസസിനോട് പറഞ്ഞു കൊടുക്കുന്ന ക്രിസ്റ്റ്യനെയാണ് കാണിക്കുന്നത്. ക്രിസ്റ്റ്യൻ അവരെ പിടികൂടാൻ വേണ്ടി ഇതിനും നല്ല അവസരം ലഭിക്കില്ല എന്നും അവർ ആ റിസോർട്ടിൽ നിന്നും പുറത്തിറങ്ങിയ ഉടൻ തന്നെ അവരെ പിടികൂടണം എന്നുമെല്ലാം മോസസിനോട് പറയുന്നു. അവിടെ കട്ട് റിസോർട്ടിൽ ആവശ്യത്തിന് ഡ്രഗ്സ് ഒന്നും ലഭിക്കാത്തത് കൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്ന കരോളിനെയാണ് കാണിക്കുന്നത്. ഇത് മനസ്സിലാക്കിയ വിൻഡി കരോളിൻ്റെ ബാഗിൽ നിന്നും ആവശ്യത്തിനുള്ള ഡ്രഗ്സ് എല്ലാം എടുത്ത് ഒരു സിറിഞ്ച് യൂസ് ചെയ്ത് അവളുടെ മേത്ത് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്നു. ബോധം വന്ന കരോൾ അവരോട് അവർ ഇങ്ങനെ ഒളിച്ചോടിയിട്ട് കാര്യമില്ലെന്നും മോസസിനും ക്രിസ്റ്റ്യനും ഒരു പണി കൊടുത്താലേ അവർ നമ്മുടെ പിന്നിൽ നിന്നും പോവുകയുള്ളൂ എന്നുമെല്ലാം വിൻഡിയോടും ജിനയോടുമായി പറയുന്നു. അവിടെയൊക്കെ ചെയ്ത് റിസോർട്ടിൻ്റെ പുറത്ത് അവരെയും വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന മോസസിൻ്റെയും ക്രിസ്റ്റ്യൻ്റെയും കാറിലേക്ക് കയറിയിരിക്കുന്ന അവർ 3 പേരെയുമാണ് കാണിക്കുന്നത്. വിൻഡി ക്രിസ്റ്റ്യന് നേരെ ഗണ്ണെല്ലാം പോയിന്റ് ചെയ്തുകൊണ്ട് അവനോട് വണ്ടിയെല്ലാം എടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. എന്നാൽ കുറച്ചു ദൂരം പോയതിനു ശേഷം മോസസും ക്രിസ്റ്റ്യനും അവരുടെ ഇഷ്ടത്തിനാണ് വണ്ടി കൊണ്ടുപോകുന്നത് എന്ന കാര്യമെല്ലാം അവർക്ക് 3 പേർക്കും മനസ്സിലാവുന്നു. ഇത് കണ്ട അവർ വണ്ടി സൈഡിൽ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. എന്നാൽ അവർ എത്രയൊക്കെ ഗണ്ണെല്ലാം പോയിന്റ് ചെയ്ത് അവരോട് പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാൻ വേണ്ടി അവർ കൂട്ടാക്കിയിരുന്നില്ല. വിൻഡി മോസസിനോട് വണ്ടി ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തില്ലെങ്കിൽ നിന്റെ അനിയനെ ഇവിടെ വെച്ച് തന്നെ ഷൂട്ട് ചെയ്ത് കൊല്ലും എന്നുമെല്ലാം പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. എന്നാൽ ആ സമയം വിൻഡിയുടെ കയ്യിൽ നിന്നും ഗൺ അറിയാതെ ഫയറായി പോകുന്നു. എന്നാൽ ഫയറായ ആ ബുള്ളറ്റ് നേരെ ക്രിസ്റ്റ്യൻ്റെ ചെവിയിലൂടെ തുളഞ്ഞു പോകുന്നു. അവിടെ കട്ട് വിൻഡിയുടെ ഫ്ലാഷ് ബാക്ക് സീനാണ് കാണിക്കുന്നത്. ഫ്ലാഷ് ബാക്കിൽ ക്ലബ്ബിൽ വെച്ച് ഒരു രാത്രി വിഷമത്തോടെ ഫോൺ ചെയ്യുന്ന വിൻഡിയാണ് കാണിക്കുന്നത്. ഫോൺ കോളെല്ലാം കഴിഞ്ഞതിന് ശേഷം അവൾ വിഷമത്തോടെ നേരെ കരോളിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. അവൾ കരോളിനോട് തനിക്ക് നാട്ടിൽ ഒരു കാമുകി ഉണ്ടായിരുന്നെന്നും അവളോടൊപ്പം ജീവിക്കാൻ വേണ്ടിയുള്ള പൈസയെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയാണ് താൻ ഈ ക്ലബിൽ ജോയിൻ ചെയ്തത് എന്ന കാര്യമെല്ലാം പറയുന്നു. എന്നാൽ ഇന്ന് അവൾ എന്നെ കോൾ ചെയ്തുകൊണ്ട് അവൾക്ക് ഈ റിലേഷൻഷിപ്പിൽ താല്പര്യമില്ല എന്ന കാര്യമെല്ലാം പറഞ്ഞു എന്ന് കരോളിനോട് പറയുന്നു. അവിടെ കട്ട് പ്രസന്റിൽ തന്നെ കൊല്ലാൻ ശ്രമിച്ച ദേഷ്യത്തിൽ ക്രിസ്റ്റ്യൻ വിൻഡിയെ കാറിൽ നിന്നും വലിച്ച് താഴേക്കിടുന്നതായിട്ടാണ് കാണിക്കുന്നത്. ക്രിസ്റ്റ്യൻ തൻ്റെ ചെവി പോയ ദേഷ്യത്തിൽ വിൻഡിയെ അവിടെ വെച്ച് ഷൂട്ട് ചെയ്ത് കൊല്ലാൻ വേണ്ടി തുടങ്ങുന്നു. എന്നാൽ ഇത് കണ്ട് അവിടേക്ക് ഓടി വന്ന മോസസ് ക്രിസ്റ്റ്യനോട് നമുക്ക് ഇവളെ ജീവനോടെയാണ് റൊമാരിയോന്റെ കയ്യിൽ ഏൽപ്പിക്കേണ്ടത് എന്ന കാര്യമെല്ലാം ഓർമ്മിപ്പിക്കുന്നു. മോസസ് ഇവനെ സമാധാനിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടും അവൻ ഒന്നിനും തന്നെ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. അവരുടെ ഈ ശ്രദ്ധ തെറ്റിയ സമയം നോക്കി കരോളും ജീനയും കൂടി അവരുടെ ആ കാറും എടുത്ത് അവിടെ നിന്നും രക്ഷപ്പെടുന്നു. ഇത് കണ്ട് മോസസിനും ക്രിസ്റ്റ്യനും വളരെയധികം ദേഷ്യം വരുന്നു. ക്രിസ്റ്റ്യൻ എത്രയും പെട്ടെന്ന് ഒരു കാറെല്ലാം അറേഞ്ച് ചെയ്ത് അവരെ ചേസ് ചെയ്ത് പിടിക്കാമെന്നുമെല്ലാം മോസസിനോട് പറയുന്നു. അവിടെ കട്ട് പോകുന്ന വഴിയിൽ കാർ നിർത്താൻ വേണ്ടി ജിനയോട് ആവശ്യപ്പെടുന്ന കരോളിനെയാണ് കാണിക്കുന്നത്. ജിന കരോളിനോട് അവൾ ക്ലബിലേക്ക് തിരിച്ചു പോവുകയാണെന്നും അതല്ലെങ്കിൽ റൊമാരിയോ അവരുടെ കുടുംബത്തെ ഇല്ലാതാക്കും എന്ന കാര്യമെല്ലാം പറയുന്നു. അവിടെ കട്ട് കാർ ഓടിച്ചു വരുന്ന ഒരു വയസ്സായിട്ടുള്ള വ്യക്തിയുടെ അടുത്ത് ലിഫ്റ്റ് എല്ലാം ചോദിക്കാൻ പോകുന്ന ക്രിസ്റ്റ്യനെയാണ് കാണിക്കുന്നത്. ക്രിസ്റ്റ്യൻ ആ വണ്ടിയുടെ മുമ്പിലേക്ക് എടുത്തു ചാടിയ ഉടൻ തന്നെ ആ വ്യക്തിക്ക് കൺട്രോൾ നഷ്ടപ്പെട്ട് ക്രിസ്റ്റ്യൻ്റെ മേത്ത് വണ്ടി കൊണ്ടിടിക്കുന്നു. വണ്ടി ഇടിച്ച് തെറിച്ച് വീണ ക്രിസ്റ്റ്യൻ ആ ദേഷ്യത്തിൽ ആ വയസ്സായിട്ടുള്ള ആ വണ്ടി ഓടിച്ചിരുന്ന ആ വ്യക്തിയെ അവിടെ വെച്ച് ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. ഇത് കണ്ട് മോസസും ക്രിസ്റ്റ്യനും തമ്മിൽ ആ റോട്ടിൽ വെച്ച് വഴക്കൊടുന്ന സമയം നോക്കി വിൻഡി അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നു. അത്രയും കാണിച്ചുകൊണ്ട്
നാലാമത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.